ഈശോയിൽ സ്നേഹമുള്ളവരെ, എൻ്റെ പേര് അഖില. ഞങ്ങൾ പേരാവൂരിലേക്ക് ഇത് വരുന്നു. ഇതെൻ്റെ കുഞ്ഞ് 55 ദിവസമായതേ ഉള്ളൂ ഇന്നുണ്ടായിട്ട്. ഇവനുണ്ടായത് ഇരിട്ടിയിലൊരു ആശുപത്രിയിലായിരുന്നു. ഉണ്ടായിക്കഴിഞ്ഞപ്പം റെസ്പിറേറ്ററി ഡിസ്ട്രസ് മീൻസ് ശ്വാസം കിട്ടാതെ തലയിലേക്കുള്ള ശ്വാസത്തിൻ്റെ തടസ്സമൊക്കെ നിന്നിട്ട് ഇവനെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഞങ്ങൾ 3 മണിക്കൂർ കൊണ്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവൻ്റെ ഹാർട്ടിന് കാർഡിയോമെഗാലി എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. ഹാർട്ടിന് ബൾജിങ് ആയി. അവന് 3 പ്രാവശ്യം ഫിക്സ് വന്നു. കൊണ്ടുപോയി പിറ്റേ ദിവസം ഇവനെ വെന്റിലേറ്ററിലാക്കി. അപ്പം ഞങ്ങൾ ഭയങ്കര പേടിച്ചിരിക്കുമായിരുന്നു. 3 പ്രാവശ്യം വെന്റിലേറ്ററിലാക്കി. ഫസ്റ്റ് ഡോക്ടർ MRI ചെയ്തു. MRI ചെയ്തപ്പം അവൻ്റെ തലയിൽ ബൈലാറ്ററിൽ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും അവൻ വെന്റിലേറ്ററിലായിരുന്നു. 3 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. എൻ്റെ മമ്മി, ഇപ്പം ഞാൻ മമ്മീനെ വിളിച്ചു പറഞ്ഞു അച്ഛനെ വന്ന് കാണണം, പ്രാർത്ഥിക്കണം, ആവില പള്ളി പോകണമെന്ന് പറഞ്ഞു. മമ്മി എപ്പോഴും ഇവിടെ വരുന്നതാണ്. അങ്ങനെ മമ്മിയും പപ്പയും ഇവിടെ വന്നു, അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്ക് ഇവിടുത്തെ ശുശ്രൂഷ തന്നു. ഈശോയുടെ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന തന്നു. എന്നോട് 500 പ്രാവശ്യം ചെല്ലണമെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന മമ്മിയുടെ കൈ കൊടുത്തു വിട്ടു. എൻ്റെ ഹസ്ബൻഡായിരുന്നു കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്നും അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ 500 അല്ല അതിൽ കൂടുതൽ തവണ കുഞ്ഞിന് വേണ്ടി ആ പ്രാർത്ഥന ചൊല്ലി. ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ആ പ്രാർത്ഥന കൊടുത്തു വിട്ടിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞ് ICUവിലാണ്, കയറുമ്പം അവൻ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ അത് വെക്കണം, അവൻ്റെ അത് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. 22 ദിവസം അവൻ ആശുപത്രിയിൽ കിടന്നു. 22 ദിവസം കുഞ്ഞിന് വേണ്ടി ഹസ്ബൻഡ് ആ പ്രാർത്ഥന ചൊല്ലി അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ MRI ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ചെയ്തിട്ട് നോക്കാം, ഇത് കൂടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ, ഒരു സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി 3 ദിവസം കഴിഞ്ഞ് അവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അത് കഴിഞ്ഞ് സർജറിക്ക് MRIക്ക് പോകുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. പിന്നെ MRI കഴിയുന്നോടം വരെ ഞാൻ ഇവിടെ ഇരുന്ന് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഈശോയുടെ ആവിലായിലെ പ്രാർത്ഥന ഞാൻ ഇവിടെ ഇരുന്ന് 500 അല്ല അതിൽ കൂടുതൽ തവണ ഞാൻ MRI കഴിയുന്നോടം വരെയും ചൊല്ലി. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു അതിൽ കൂടുതലായിട്ടില്ല, അത് അതുപോലെ നിൽക്കുവാണെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സർജറി MRI ചെയ്തു. റിപ്പോർട്ട് വന്നപ്പം അത് അതുപോലെ തന്നെ നിൽക്കുവാണ്, കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. 1 മാസം കഴിഞ്ഞ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ വീണ്ടും ഫോളോ അപ്പിന് പോയി ഇതിൻ്റെ MRI ചെയ്തു. MRI ചെയ്തപ്പം അത് പഴയതിൽ നിന്ന് ഒത്തിരി ഭേദമായി, അബ്സർവായി കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആവിലയിലെ അച്ഛനും അമ്മ ത്രേസ്യയ്ക്കും ഒരുപാട് നന്ദി. കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിൽ നിന്ന് കർത്താവ് വീണ്ടും ജീവനിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ മറ്റൊരു സാക്ഷ്യമാണ് കുഞ്ഞ് ജനിച്ച് ഏതാനും മണിക്കൂറുകൾ അല്ലേ, 3 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന്റെ ബ്രെയിനിലേക്കുള്ള ബ്രീത്തിങ്, ശ്വാസം, ഓക്സിജൻ കുറവാണ്. അതുമാത്രമല്ല ഹാർട്ടിന് ബൾജിങ് ഉണ്ട്. പിന്നെ വീണ്ടും ബ്രെയിൻ ചെക്ക് ചെയ്യുമ്പോൾ ബ്രെയിനിൽ ബ്ലീഡിംഗ് ഉണ്ട്. ഇത്രയും വലിയ അപ്പോൾ കുഞ്ഞിന് ജനിച്ച് 1-2 ദിവസം കഴിയുമ്പോൾ പറയാണ് കുഞ്ഞിന് സർജറി ചെയ്യണം. എവിടെ? ബ്രെയിൻ, തലയിൽ സർജറി ചെയ്യണമെന്ന് പറയുകയാണ്. അപ്രകാരം ഒരു മെഡിക്കൽ സിറ്റുവേഷനിലാണ് ഈ കുടുംബം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ അമ്മ അറിയാൻ ഡെലിവറിക്ക് ശേഷം വേറൊരു മുറിയിൽ കിടക്കുന്നു, കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുന്നു. അപ്പോൾ അമ്മയും അതുപോലെ എല്ലാവരും, കുടുംബാംഗങ്ങളെല്ലാവരും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന്, ദൂരെ നിന്ന്, അടുത്ത് നിന്ന്, തലയിൽ കൈവച്ചൊക്കെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥന അങ്ങനെ ചൊല്ലി കർത്താവ് കുഞ്ഞിൻ്റെ തലയിലുണ്ടായിരുന്ന ബ്ലീഡിങ്ങിൽ നിന്ന്, അതുപോലെ ഹാർട്ടിലുണ്ടായിരുന്ന ബൾജിങ്ങിൽ നിന്നുമൊക്കെ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഇപ്പോൾ എത്ര ദിവസമായിട്ടുള്ളത്? 55. അതുകൊണ്ടാണ് ഇത്രയും വേഗം. 55 ദിവസം മാത്രം ആയിട്ടുള്ളൂ. കുഞ്ഞിനെയുമായിട്ട് ആദ്യം വരേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് എന്ന ബോധ്യത്തോടുകൂടെ അവര് കുഞ്ഞിനെയും കൊണ്ട് ഓടിയെത്തിയിരിക്കുകയാണ്. നമുക്ക് കൈയടിച്ച് ഒരിക്കൽ കൂടെ നന്ദി പറയാം. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. അവർക്ക് വിളിക്കാം ഈശോയേ, ഈശോയേ.
കുഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ണ് തുറക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് തുറക്കാത്തത്.